ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വരച്ച ഗ്രാഫ്, അതായത് ബേസിക് ഫ്രോക്കിൻ്റെ ഗ്രാഫ് വരച്ചില്ല, അതിൻ്റെ കട്ടിങ്ങാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഗ്രാഫൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം അത് നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കട്ടിങ് വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ തുണി ഇതിപ്പോൾ ഞാൻ എന്തോ തയ്ച്ച ഒരു പീസ് ബാക്കിയുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ തുണീനെ നേരെ രണ്ടായി മടക്കാം. നമ്മളിപ്പോൾ ഫസ്റ്റ് ബാക്ക് പീസാണ്, അതായത് ബോഡി പീസിൻ്റെ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ രണ്ടായി മടക്കുമ്പോൾ നമുക്ക് പറഞ്ഞല്ലോ, അതായത് ബാക്ക് പാർട്ടിന് നമുക്ക് ഓപ്പൺ സൈഡ് നമ്മളെ ഭാഗത്തേക്കായിട്ട് വരണം, ഇങ്ങോട്ട് ലെഫ്റ്റിലേക്കായിട്ട്. അപ്പോൾ കാരണം നമുക്ക് ബട്ടൺ പീസിന് ആ ഭാഗം വരാനുള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ മടക്കുമ്പോൾ ഈ തേര് വശം ഉണ്ടല്ലോ, ഈ തേര് വശം ഇങ്ങനെ ആക്കിയിട്ട് മടക്കാം. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ആ ബട്ടൺ പീസ് മടക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് രണ്ടായി മടക്കി ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ സാധാരണ നമ്മളെല്ലാം അങ്ങോട്ടാണ് മടക്കുന്നത്, ഓപ്പൻ മറ്റേ സൈഡിലാക്കിയിട്ട്. ഇതിപ്പോൾ ഇങ്ങോട്ടാണ് മടക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് ചെയ്യേണ്ടത്, നമുക്ക് ബട്ടൺ പീസിൻ്റെ ഒരു 2 ഇഞ്ച് എടുത്തല്ലോ, ആ 2 ഇഞ്ച് സെപ്പറേറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കി അളവുകളൊക്കെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ 2 ഇഞ്ച് നമ്മൾ സെപ്പറേറ്റ് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇത് 2-3 സ്ഥലത്തൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള ആ ലെങ്ത്തിലേക്ക് മതി. നമുക്ക് ബോഡി പാർട്ടിന് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് ആ അളവിലേക്ക് നമുക്ക് വരച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ബാക്കിയുള്ള അളവ്, ഇതിപ്പോൾ നമുക്ക് ബട്ടൺ പീസിന് അത് സെപ്പറേറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച്, ഇനി നമുക്ക് ബാക്കിയുള്ള അളവുകളൊക്കെ മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ലെങ്ത്ത് വേണ്ടത് എത്രയാണ് നോക്കിയിട്ട് അതിനനുസരിച്ച് മാർക്ക് ചെയ്യാം. നമുക്ക് വിഡ്ത്ത്, നമ്മൾ ചെസ്റ്റ് വിഡ്ത്താണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ആ വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതും 2 സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെയും കൂടി നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യണം, 2 സൈഡിലും. നമുക്ക് ലൈൻ വളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതാണ് ബോഡി പാർട്ടിൻ്റെ ബാക്ക് പീസ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡറാണ്. അപ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്യുക. ചെസ്റ്റ് ലൈൻ നെക്സ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റ് ലൈനാണ്. ചെസ്റ്റ് ലൈനും ഇതുപോലെ 2 സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലൈൻ വരക്കാം. ഇതിൽ നമുക്ക് ഷോൾഡർ ഒന്ന് സ്ട്രെയിറ്റ് താഴോട്ട് വരച്ചിട്ടാണ് ആ ലൈനിൽ നിന്നാണ് നമ്മൾ കൈക്കുഴി വരക്കേണ്ടത്. അപ്പോൾ കൈക്കുഴി വരക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഹാഫ്, ഒരു ഏകദേശം ഹാഫ്, ഇവിടെ ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. കാരണം നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാൻ, ഈ സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ഭാഗം തന്നെ വരണം. അപ്പോൾ അവിടെ കേവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടത്തേക്കാണ് ഈ കേവ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കൈക്കുഴിയായി. ഇനി നമുക്ക് നെക്ക് വരക്കാം. നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തും ബാക്ക് പാർട്ടായതുകൊണ്ട് 1.5 ഇഞ്ച്. അപ്പോൾ ഇതും ഇതുപോലെ ബോക്സ് ആക്കി വെക്കാം. നമ്മൾ ഏത് ഷേപ്പാണെങ്കിലും ഫസ്റ്റ് ബോക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു ഹാഫിലേക്ക് ഒന്ന് കർവാക്കി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ റൗണ്ട് നെക്കായതുകൊണ്ടാണ് ഇങ്ങനെ കർവാക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്, ഈ ഷോൾഡറിൻ്റെ ഭാഗം നമ്മളെ ബോഡിക്ക് എപ്പോഴും ഒരു ചെരിവുണ്ട് ഷോൾഡർ ഭാഗത്തേക്ക്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ ഡ്രസ്സിലൊക്കെ അത് ചെരിച്ച് കൊടുക്കണം, കട്ട് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ ആ കൈയിൻ്റെ ഭാഗം ഒരു പൊങ്ങി നിൽക്കുന്ന പോലെ ഉണ്ടാവും, ഒരു ലൂസ് പോലെ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ആ റേഞ്ച് ഇങ്ങോട്ട് ചെരിച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്, ഈ ഷോൾഡറിൽ നിന്ന് ഇത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് താഴെ നമുക്ക് വേസ്റ്റ് വിടുത്ത് വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്യാം, പക്ഷെ ഇവിടെ അറ്റത്തല്ല, കുറച്ച് ഇപ്പുറത്തായിട്ട് മാർക്ക് ചെയ്താൽ മതി. ഇതന്നെ നമുക്ക് എന്തായാലും ഷേപ്പ് ചെയ്യുമ്പോൾ കുറച്ച് മുകളിലേക്കായിരിക്കും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ ഷേപ്പ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഷേപ്പ് ചെയ്തതിന് ശേഷം പറഞ്ഞുതരാം. അതായത് ഇപ്പം ഞാൻ ഈ ഷേപ്പ് ചെയ്യുന്ന എങ്ങനെയെന്നൊക്കെ ഞാൻ ചുരിദാർ ടോപ്പിൻ്റെ
കട്ടിങ്ങിൻ്റെയും ഗ്രാഫിൻ്റെ ഒക്കെ സമയത്ത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഷേപ്പ് പിന്നെ എങ്ങനെ ചെയ്യേണ്ടത്, ഈ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ ടേപ്പ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇപ്പം നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് ഇവിടെ കിട്ടും. പിന്നെ നമ്മളിവിടെ അവിടെ തന്നെ പിടിച്ചു കൊടുക്കാം, ഇവിടെ മാത്രം ഇങ്ങനെ നീക്കി കൊടുക്കാം. അപ്പം ഇവിടെ എത്തുമ്പോൾ ഇത് ഇവിടെയാണ് ഈ 8. പിന്നെ കുറച്ചും കൂടി എത്തുമ്പോൾ അത് ഇവിടെയാണ്. അപ്പോൾ ഇത് ഒരു ഏകദേശം ഒരു പകുതിയിൽ നിന്ന് ഇത് ഈ അളവിലൂടെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതെന്തിനാണ് ഈ ഷേപ്പ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ ഈ ബോഡീൻ്റെ ഈ സൈഡ് ഭാഗം, അതായത് ഫ്രോക്ക് നമ്മൾ കുട്ടികൾ ഇട്ട് കഴിഞ്ഞാൽ ഈ സൈഡ് ഭാഗം ഇങ്ങനെ ഒരു തൂങ്ങിക്കുന്ന പോലെ ഒരു എന്തോ ഒരു വൃത്തിക്കുറവ് തോന്നും. അപ്പോൾ നല്ല റൗണ്ടായിട്ട് അവരെ വേസ്റ്റിന് നല്ല കറക്റ്റായിട്ട് ഇതായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അവരിട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിരിക്കും. അപ്പോൾ ഇത് ഇപ്പം നമുക്കിതാണ് വേസ്റ്റിൻ്റെ വിടുത്ത്. അപ്പോൾ നമ്മൾ ഈ ചെസ്റ്റ് വിടുത്തുനിന്ന് വേസ്റ്റ് വിടുത്തിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ ഷേപ്പ് ചെയ്തതിന് ശേഷമായിരിക്കണം ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ നിന്നല്ല ഈ അറ്റത്തുനിന്ന് തന്നെ ജോയിൻ ചെയ്യണം. ഇത് നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് വരാൻ വേണ്ടി മാത്രമുള്ളൊരു മാർക്കാണ്. അപ്പോൾ ഇപ്പം നമുക്ക് കട്ടിങ് വല്ല വരച്ചിട്ടൊക്കെ കഴിഞ്ഞു. അതായത് ഫസ്റ്റ് ഈ ബട്ടൺ പീസിൻ്റെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചു. പിന്നെ ആവശ്യമുള്ള അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. പക്ഷെ കട്ട് ചെയ്തതിന് മുമ്പ് എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വരച്ച ഈ 2 ഇഞ്ച് ഉണ്ടല്ലോ, ഇതൊന്ന് ഇങ്ങനെ മടക്കി വെക്കാം. ഈ മടക്കി വെച്ചിട്ടായിരിക്കണം ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ബോഡീൻ്റെ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇത് പ്രശ്നമില്ല, നമ്മളതിൻ്റെ ബട്ടൺ പീസ് മടക്കി അടിക്കുമ്പോൾ അത് ശരിയായിക്കോളും. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്ത ബാക്കിയുണ്ടല്ലോ, ഇത് തന്നെ തിരിച്ച് വെച്ച് കൊടുത്താൽ മതി. കാരണം ഫ്രണ്ട് പാർട്ടിന് ഓപ്പൺ സൈഡ് മറ്റേ ഭാഗത്തേക്കാണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടുത്തത് മാർക്ക് ചെയ്യാം ഫ്രണ്ട് പാർട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ അങ്ങനെ ആകെ ഇതിലുള്ള വ്യത്യാസം നെക്കിൻ്റെ ലെങ്ത്ത് കൂടുതലായിരിക്കും. പിന്നെ കൈക്കുഴി കുറച്ച് ഒന്ന് കൂട്ടി കൊടുക്കാം. പിന്നെ ബട്ടൺ പീസിൻ്റെ 2 ഇഞ്ച് നമ്മൾ അതിനെടുത്തത് ഇതിനാവശ്യമില്ല. ഇത് ഈ സൈഡ് ക്ലോസ്ഡ് ആയിട്ടാണുള്ളത്. പിന്നെ നമ്മൾ ലെങ്ത്ത് എടുത്തു. ഇനി വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഈ 2 സൈഡ് മാർക്ക് ചെയ്യുന്നത് ജസ്റ്റ് വരക്കാനുള്ളൊരു നമ്മളെ ലൈനൊന്നും വളഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി അടുത്തതായിട്ട് ഷോൾഡർ മാർക്ക് ചെയ്യാം. ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യാം. ഒക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഇതിപ്പോൾ സ്ലീവ്ലെസ് പിന്നെ ഫ്രോക്ക് ആയതുകൊണ്ട് ഇപ്പോൾ കൈക്കുഴീൻ്റെ എക്സ്ട്രാ നമ്മൾ കുഴിച്ച് കൊടുക്കുന്നുണ്ടല്ലോ, അത് ഫ്രണ്ടിലേക്ക് അത് ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. എങ്കിലും നമ്മളെപ്പോഴും പിന്നെ അങ്ങനെ തന്നെ ചെയ്ത് ശീലിക്കുന്നതാണ് നല്ലത്. കാരണം ഇല്ലെങ്കിൽ നമുക്കറിയാം ചിലപ്പോൾ പിന്നെ അത് ഓർക്കാതെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഫ്രണ്ടിന് എപ്പോഴും പിന്നെ 1 ഇഞ്ച് ഇങ്ങോട്ടാക്കി എടുക്കുക എന്നുള്ള ആ ഒരു ശീലം. നമ്മൾ ഈ ചെരിഞ്ഞ വര വരക്കുമ്പോൾ ഈ അറ്റത്തുനിന്ന് വരക്കാൻ പാടില്ല, കുറച്ച് ഇപ്പുറത്തുനിന്ന് വരക്കാം. നമുക്കവിടെ ഷോൾഡർ അറേഞ്ച് ചെയ്യിക്കാനുണ്ടല്ലോ, അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഹാഫൊന്ന് ഇതുപോലെ ഓടിയും കുറച്ച് ഇങ്ങോട്ടാക്കി വെക്കാം. ഇത് കർവ് വരച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നെക്കിൻ്റെ എടുത്ത് വരക്കാം. നെക്കിൻ്റെ ലെങ്ത്തും ഇതിപ്പോൾ ഫ്രണ്ടായതുകൊണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുതലാണ്. നെക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് വരക്കാം. പിന്നെ ഇതിപ്പം ഞാൻ കർവ് ആക്കിയിട്ട് റൗണ്ടായിട്ട് തന്നെ എടുക്കുന്നതേ ഉള്ളൂ. ഇത് ഞാൻ പൈപ്പിങ്ങാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ഇതിൻ്റെ ഫ്രോക്കിൻ്റെ നെക്കുകൾ എന്ന് പറഞ്ഞാൽ പല വിധത്തിലും ചെയ്യാം. പൈപ്പിങ് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ചുരിദാർ ടോപ്പിൻ്റെ കഴുത്തൊക്കെ ചെയ്തില്ലേ അതുപോലെ ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ഫ്രില്ലുകൾ വെച്ച് കൊടുക്കുക, കോളർ വെച്ച് കൊടുക്കുക, എന്തും ചെയ്യാം. പക്ഷെ ഇപ്പം ഞാൻ
പിന്നെ ചുരിദാർ ടോപ്പിൻ്റെ അത് ട്യൂട്ടോറിയൽ നമ്പർ 11 ഉണ്ട്. ആ ടൈപ്പിലാണ് നിങ്ങൾക്ക് കഴുത്ത് പീസ് വെക്കണ ഉദ്ദേശമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ട്യൂട്ടോറിയൽ നമ്പർ 11 അത് വിശദമായിട്ട് കാണിക്കുന്നുണ്ട് എങ്ങനെ വെക്കേണ്ടതെന്ന്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പൈപ്പിംഗ് കാണിച്ചു തരാം. ഇപ്പോൾ പൈപ്പിങ്ങും പലതരത്തിലുണ്ട്. പക്ഷേ എങ്കിലും പിന്നെ എന്താണ് അതിന് ഞാൻ സ്പെഷ്യലായിട്ടൊരു വീഡിയോ ഇടാം. ഇതിപ്പോൾ സാധാ പൈപ്പിംഗ് ഒരു ഫ്രോക്കിന് എങ്ങനെ വെക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു, നെക്ക്, കൈക്കുഴി, ഷോൾഡറൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പിന്നെ താഴെ ഷേപ്പ് ചെയ്യാം. നമ്മൾ ബാക്കിൽ ചെയ്ത പോലെ തന്നെ ഫ്രണ്ടിലും ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ വേസ്റ്റ് വിഡ്ത്തും മാർക്ക് ചെയ്യാം. വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ചെസ്റ്റും വേസ്റ്റും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതും കഴിഞ്ഞു. ഇപ്പോൾ ഫ്രണ്ട് പാർട്ടും വരച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇതും കട്ട് ചെയ്ത് കൊടുക്കാം. ഇതും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണാൻ ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പ്ലെയിൻ തുണി തന്നെ എടുത്തത്. കാരണം അപ്പം വരക്കുന്നൊക്കെ നല്ല വ്യക്തമായിട്ട് മനസ്സിലാവുമല്ലോ എന്നുള്ളതുകൊണ്ട്. അപ്പോഴത്തേക്ക് ചെറിയ പിന്നെ ഫ്ലോറൽ ഡിസൈൻ ഉള്ളതൊക്കെ ആണെങ്കിൽ പിന്നെ ഇതുപോലെയുള്ള ഫ്രോക്കുകൾക്ക് നല്ല ഭംഗിയാണ്. ചെറിയ ചെറിയ ഡിസൈനൊക്കെ ആയിട്ടുള്ളതാണെങ്കിൽ കുട്ടികളെ ഉടുപ്പുകൾക്ക് നല്ല ഭംഗിയാണ്. ഇതുപോലത്തെ സിമ്പിൾ ഫ്രോക്ക് തയ്ച്ചാൽ അതൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പം ബോഡീൻ്റെ 2 പാർട്ടും കഴിഞ്ഞു. ഇനി നമുക്ക് പിന്നെ സ്കേർട്ട് പീസ് കട്ട് ചെയ്യാം. അപ്പോൾ സ്കേർട്ട് പീസ് കട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു മിനിമം നമ്മളെ വേസ്റ്റിൻ്റെ റൗണ്ട് അളവിൻ്റെ 2 ഇരട്ടി വേണം. അപ്പോൾ ഇതിപ്പം പിന്നെ അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടേണ്ട അത്ര ഇതിലില്ല. അപ്പോൾ ഞാൻ വേറെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ തയ്ച്ച ബാക്കി പീസുകളാണ്. അപ്പോൾ എനിക്ക് വേറെ ചെറിയ പീസുകളുണ്ട്. അപ്പോൾ എല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 3 ഇരട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഫ്രില്ല് കിട്ടും. 2 ഇരട്ടി ആയാലും ഇങ്ങനെ കുറച്ച് പിന്നെ ദൂരമായിട്ട് ഫ്രില്ല് ഇടേണ്ടി വരും. അപ്പോൾ 3 ഇരട്ടി ആണെങ്കിൽ നല്ല വൃത്തിയിൽ കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് പിന്നെ ഇതിൻ്റെ ഇത് ലെവലാക്കി കൊടുക്കാം. കാരണം നമ്മൾ കട്ട് ചെയ്ത ബാക്കിയല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇതുള്ളത്. അതൊന്ന് ലെവലാക്കി കൊടുത്തിട്ട് നമുക്ക് സ്കേർട്ട് പീസ് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ചുരിദാറൊക്കെ കട്ട് ചെയ്ത ബാക്കി ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പാൻറ്റിൻ്റെ തുണി ബോഡി പാർട്ടും പിന്നെ ടോപ്പിൻ്റെ തുണി സ്കേർട്ട് പാർട്ടും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ കട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യുക. കാരണം അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലത്തെ ഈ ബാക്കി വരുന്ന തുണികൾ വെച്ചൊക്കെ ചെയ്താൽ മതി. 2 പീസും കൂടിയിട്ടൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ലെങ്ത്ത് ഇപ്പോൾ എനിക്ക് കുറച്ച് കൂടുതലുണ്ട്. കുഴപ്പമില്ല, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം എനിക്ക് 15 ആവശ്യമുള്ളൂ. ഞാൻ താടി മടക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു മിനിമമാണ് 1.5 ഇഞ്ച് എടുത്തത് ചെറുതായി മടക്കിയിരിക്കാൻ. പക്ഷെ നമുക്ക് കുറച്ച് പിന്നെ വീതിയിൽ മടക്കി അടിച്ചിട്ട് ഇപ്പോൾ കുട്ടികൾ പെട്ടെന്നാണല്ലോ ഹൈറ്റ് വെക്കൽ. അപ്പോൾ നമുക്ക് പിന്നീട് അയച്ചിട്ട് വലുതാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ നല്ല മെറ്റീരിയൽ കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെറുതാകുമ്പോൾ നമുക്ക് സങ്കടമാണ്. കുറേ മെനക്കെട്ട് തുന്നുകയും ചെയ്ത് പിന്നെ നല്ല മെറ്റീരിയലാണ് പെട്ടെന്ന് ചെറുതായി. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ അടിയിൽ കുറച്ച് നല്ല വീതി തന്നെ മടക്കി അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് അവർക്ക് ഹൈറ്റ് വെച്ചിട്ട് അത് ചെറുതായി എന്ന് തോന്നുമ്പോൾ അത് അയച്ചിട്ട് ചെറുതായി മടക്കി അടിച്ചു കൊടുത്താൽ അത്യാവശ്യം ഹൈറ്റ് കിട്ടും. അപ്പോൾ അതുപോലെ ഇതിപ്പോൾ ഞാൻ എനിക്ക് കുറച്ചൊരു 1.5 ഇഞ്ച് കൂടുതലുണ്ട്. ഇത് അതങ്ങനെ തന്നെ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്യുക, അതുപോലെ വിഡ്ത്തും മാർക്ക് ചെയ്തിട്ട് ഇത് ഒറ്റ പീസ് അങ്ങനെ തന്നെ എടുക്കേണ്ടതുള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് കൂടുതൽ വേണമെങ്കിലാണ് ഞാൻ പറഞ്ഞ എക്സ്ട്രാ പിന്നെ എടുത്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണം. അത് ഇങ്ങനെയാണ്. ഞാൻ ഇതിലിപ്പോൾ എനിക്ക് ഇത് തുണി വേറെ പീസ് ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കട്ട് ചെയ്തിട്ട് ഇത് പിന്നെ ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് കുറച്ചും കൂടി അത് ഫ്രില്ലാക്കി എടുക്കാനാണ് വിചാരിക്കുന്നത്. നമുക്ക് ഈ പീസും കൂടി ഇതിന് ജോയിൻ ചെയ്ത് കൊടുത്താൽ കിട്ടും. ഇതിപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റാക്കി ലെവലാക്കി കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ പിന്നെ ഇതിന് സമയം കൂട്ടുന്നില്ല, അത് പിന്നെ കട്ട് ചെയ്തോളാം. പിന്നെ ഇനി നമുക്ക് ഇതിന് വേണ്ടത് ഇതിൻ്റെ പിന്നെ പൈപ്പിങ്ങിനുള്ള ക്ലോത്താണ്. അപ്പോൾ പൈപ്പിങ്ങിന് പിന്നെ ഏത് പീസായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചെറുതായിട്ട് എത്ര പിന്നെ ചെറിയ പീസാണെങ്കിലും പ്രശ്നമില്ല. ഒരു റെക്റ്റാങ്കിൾ പീസ് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു സ്ക്വയർ പീസ് കിട്ടിയാൽ നമ്മൾ അതിന് ഒരു 1.5 ഇഞ്ച് പിന്നെ 1.5 തൊട്ട് 2 വരെ എടുക്കാം. ഉടുപ്പുകൾക്കൊക്കെ ആകുമ്പോൾ പിന്നെ ഒരു 2 എടുത്താലും കുഴപ്പമൊന്നുമില്ല. കാരണം പിന്നെ സാരി ബ്ലൗസ് അല്ലെങ്കിൽ പിന്നെ ചുരിദാർ ടോപ്പൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി പിന്നെ
എന്താണ് നല്ല നേരിയ ചെറിയ പൈപ്പിംഗ് ആയിരിക്കണം. പക്ഷേ ഇങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി പിന്നെ വീതി കുറച്ച് വീതി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം അത് എടുക്കുന്നത് അപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5-1.25 ആയിട്ട് എടുക്കുകയാണ്. നമുക്കൊരു കൈക്കും വേണം, പിന്നെ കൈക്കും വേണം, പിന്നെ കഴുത്തിനും വേണം. അങ്ങനെ 2 സ്ഥലത്താണ് പൈപ്പിംഗ് വേണ്ടത്. അപ്പം അതിനനുസരിച്ച് നമുക്ക് എടുത്തു കൊടുക്കാം. ഒരു 3 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ ധാരാളം മതിയാവും. അപ്പോൾ നിങ്ങൾ ഉടുപ്പുകൾ പിന്നെ ഇപ്പം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ ഒരു ബേസിക് മോഡൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഏത് ടൈപ്പ് ഫ്രോക്കും തയ്ക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. കാരണം ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ ഈ ഉടുപ്പുകൾക്കൊക്കെ, അല്ലാത്തൊക്കെ സെയിമാണ്. അപ്പോൾ നിങ്ങൾ ഒരു സ്വന്തം തയ്ച്ച ഒരു ഡ്രസ്സ് മക്കളിട്ട് കാണുമ്പോൾ ആ ഒരു സന്തോഷം ശരിക്കും പറഞ്ഞാൽ ഒരു വാക്കുകൾക്ക് അതീതമാണ്. അപ്പോൾ നിങ്ങൾ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ടൊക്കെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ഒക്കെ നിങ്ങളിപ്പോൾ കാണാൻ പോകുമ്പോൾ ഒരു വീട്ടിൽ പോകുമ്പോൾ ഒക്കെ ഇങ്ങനെ ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുപോകുമല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു സ്വന്തം തയ്ച്ച ഒരു ഉടുപ്പുകളൊക്കെ അവർക്ക് കൊടുക്കുമ്പം ആ കിട്ടുന്നവർക്കും ഭയങ്കര സന്തോഷമാണ്, കൊടുക്കുന്ന നിങ്ങൾക്കും ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അതൊക്കെ പിന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ കഴിയുന്നത് നിങ്ങൾ ഉടുപ്പുകൾ നന്നായിട്ട് ഈ മോഡൽ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ ഞാനിതിൻ്റെ പല മോഡലുകളും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പൈപ്പിംഗ് ആണ് വെക്കുന്നതെന്ന്, സ്ലീവിനും കഴുത്തിനും. അപ്പോൾ സ്ലീവ് പിന്നെ പൈപ്പിംഗ് അതിപ്പോൾ സ്ലീവ്ലെസ് ആയതുകൊണ്ടാണ് പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ സ്ലീവ് വെക്കുന്നുണ്ടെങ്കിൽ ഒരു പല വിധത്തിലുള്ള സ്ലീവും ഉണ്ട്. ഇപ്പം സാധാ നോർമൽ സ്ലീവും പഫ് സ്ലീവ് ആണെങ്കിൽ അത് തന്നെ ഒരു 3-4 ടൈപ്പിൽ ചെയ്യാം. പിന്നെ അംബ്രല്ല സ്ലീവ് അങ്ങനെ പല ടൈപ്പും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഈ പലതരം സ്ലീവുകളെ പറ്റിയിട്ട് ഇടാം. അതുപോലെ തന്നെ പൈപ്പിങ്ങിൻ്റെയും പിന്നെ പലതരം പൈപ്പിങ്ങുകൾ എങ്ങനെയെന്നുള്ളതും ഒരു വീഡിയോ ഇടാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഒരു സാധാ പൈപ്പിംഗ് എങ്ങനെയാണെന്നുള്ളതാണ് ഇതിലൂടെ കാണിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള പീസുകളൊക്കെ കട്ട് ചെയ്ത് അപ്പോൾ ഇതിപ്പോൾ എത്ര പീസായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ചെറിയൊരു കഷ്ണേ നമ്മളൊക്കെ ഉള്ളൂ, അതിന് പൈപ്പിംഗ് എടുക്കണം എന്നുണ്ടെങ്കിൽ ചെറുത്ത് കുറേ എണ്ണം കട്ട് ചെയ്താൽ മതി. എന്നിട്ട് എല്ലാം ജോയിൻ ചെയ്തിട്ട് എടുത്ത് കൊടുക്കാം. നമുക്കത് ജോയിൻ ചെയ്തിട്ട് ഒറ്റ പീസാക്കി എടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഉടനെ കാണാം. അപ്പോൾ അപ്പോഴേക്കും നിങ്ങൾ ഈ ഗ്രാഫും കട്ടിങ്ങും ഒക്കെ നല്ല നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യം ഒന്ന് ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് പിന്നീട് തുണിയിൽ കട്ട് ചെയ്താൽ മതി. സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യണമെന്നില്ല, കാരണം അതിപ്പം പ്രത്യേകിച്ച് ഒന്നുമില്ല, സിമ്പിളാണ്, ഒറ്റ ഒരു പീസ് തന്നെ ഉള്ളൂ. പക്ഷേ ബോഡി പാർട്ട് നിങ്ങൾ ആദ്യം വേണമെങ്കിൽ ഒന്ന് ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തതിന് ശേഷം തുണിയിൽ കട്ട് ചെയ്തോളൂ. അങ്ങനെയാകുമ്പോൾ പിന്നെ തുണി വേസ്റ്റ് ആവുമോ മിസ്റ്റേക്ക് വരുമോ ഒന്നുമില്ല, ഒരു പ്രശ്നം വരുന്നില്ല. നിങ്ങൾ ഗ്രാഫ് വരച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് വരും, നല്ലൊരു കോൺഫിഡൻസും വരും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും ഒന്നും കൂടി ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് ന്യൂസ് പേപ്പറിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് തന്നെ തുണിയിലും കട്ട് ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ്സുമായിട്ട് അടുത്ത് തന്നെ കാണാം.